സ്വാഗതം. ഇന്ന് നമ്മൾ കടച്ചക്കയും ഉരുളൻകിഴങ്ങും ഇട്ടുകൊണ്ടൊരു മസാലക്കറിയാണ്. അതിലേക്ക് വേണ്ട ചേരുവകൾ: 2 കടച്ചക്കയുണ്ട്, പിന്നെ 2 ഉരുളൻകിഴങ്ങ് നല്ലപോലെ കഴുകിയിട്ട് തൊലി കളയാണ്ട് മുറിച്ചിട്ടുണ്ട്, പിന്നെ 2 സബോള അരിഞ്ഞിട്ടുണ്ട്, 1 തക്കാളി, പച്ചമുളക്, വെള്ളുള്ളി, പിന്നെ പെരുംജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പൊ നമുക്ക് ആദ്യം ഇത് അരിഞ്ഞതിന് ശേഷം കടച്ചക്ക അരിഞ്ഞിട്ട് കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉരുളൻകിഴങ്ങ് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മളിത് വേവിച്ചിട്ട് രണ്ടും കൂടി വേവിച്ചതിന് ശേഷം ഇതിന് വേവ് കൂടും, ഇതിന് വേവ് കുറവാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഉരുളൻകിഴങ്ങ് കുറച്ച് നേരം വേവിച്ചിട്ട് പിന്നെ ഇറക്കാനായിട്ടും ഒരു കുറച്ച് നേരം മുന്നേ കടച്ചക്ക ഇട്ടിട്ട് രണ്ടും കൂടി വേവിച്ചിട്ട് പിന്നെ കാണിക്കാം. അതിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടാ. നമ്മളിപ്പോ കടച്ചക്കയും കൂടി അതിലേക്ക് ഇട്ടു കേട്ടാ. ഇനി അതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ സബോള ഒന്ന് വഴറ്റി തുടങ്ങാം. ചീഞ്ചട്ടിയുടെ വെള്ളം വറ്റി. അപ്പൊ നമ്മള് എണ്ണ ഒഴിക്കുകയാണ്. അത് മതി, അതന്നെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ സബോള ഇടാം. സബോള ഇട്ടു. ഞാൻ നന്നായി വഴന്ന് വരട്ടെ. ഈ സബോള ഒന്ന് വഴറ്റിയിട്ട് പകുതി വേവാകുമ്പോൾ നമുക്ക് ഇഞ്ചി, മുളക്, പിന്നെ ഇടാം. ഇഞ്ചി, മുളക്, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പെരുംജീരകം, അതുപോലെ തന്നെ പച്ചമുളക് ഇടാം. വഴന്ന സവോളയിലേക്ക്, നന്നായി വഴന്ന സവോളയ്ക്ക് നമ്മൾ പച്ചമുളക് ഇടുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പെരുംജീരകം, പിന്നെ കുരുമുളക് പൊടി. ഇപ്പോൾ ഇവിടെ സബോളയും അതുപോലെ പച്ചമുളകും ഒക്കെ ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇടാണ് കേട്ടോ. ഒരു സ്പൂൺ ആണെന്നാണ് പറയുന്നത്. ഷെഫ് വേണു കണക്കാട്ടത് പറയണം. ഒരു 1.5 ടീസ്പൂണ് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ഒന്നും ചേർക്കണ്ട. മഞ്ഞപ്പൊടി ഞാൻ ആ കടച്ചയ്ക്ക് കിഴങ്ങിട്ട് വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വരച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടും. അതോടുകൂടി കറി ക്ലോസ്. തക്കാളി എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി നന്നായിട്ട് വഴന്നിട്ടില്ല. ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ തീ കുറയ്ക്കാത്ത കാരണേ ഈ മസാലകൾ കരിഞ്ഞുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ കുക്കിങ് പഠിച്ചു വരുന്നതാണല്ലോ. ശരിയാണ് ഇവിടുത്തെ മെയിൻ കുക്ക്, സീനിയർ കുക്ക്. ഞാൻ കുക്കിംഗ് പഠിച്ചു വരുന്നുള്ളൂ. അതിൻ്റെതായ ഫോൾട്ടുകളാണ്. ചമ്മന്തി അരക്കാനൊക്കെ അറിയാം, കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല. ഇന്നത്തോടെ അത് ഏകദേശം പഠിക്കും ഞാൻ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്നു. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കറിയിലേക്ക് ഇടും. ഇത് വെന്തോ നോക്കട്ടെ. അപ്പൊ നമ്മുടെ കടച്ചക്ക വെന്തുട്ടാ. ഇനി നമ്മള് കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കണം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അരിക്കും. മസാല കടച്ചക്ക കിഴങ്ങ് കറി റെഡിയായി. ചെറിയൊരു പാളിച്ച പറ്റിയെങ്കിലും വിജയകരമായി വരുത്തി. അതന്നെ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്താൽ പാളിച്ച എന്താന്ന് അറിയുള്ളൂ. എന്തായാലും കഴിച്ചോട്ടെ. അച്ഛൻ കഞ്ഞിയാണെന്ന് കുടിക്കുന്നത്. അച്ഛൻ എന്നും കഞ്ഞിയാ. എങ്ങനെയുണ്ട്? മഞ്ഞളുടെ കുത്തുണ്ട്.
നല്ല പോലെ ഉണ്ടല്ലേ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, പക്ഷെ നമ്മള് വേവിക്കുമ്പോ ഇട്ടതിന്റെ മഞ്ഞപ്പൊടി ഇട്ടു. അതിന്റെ ഒരു മഞ്ഞപ്പൊടി സ്വല്പം കൂടി. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ ഉണ്ടാക്കാൻ അത്ര ആയിട്ടില്ല, ടേസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കട്ടെ അല്ലേ. കരിയരുത് ഞങ്ങളുടെ പോലെ. കരിഞ്ഞാലും കരിച്ചിൻ്റെ ഒരു വാസനയുണ്ട്. ഇതിലധികം കാര്യമായിട്ട് മസാല കുറച്ച് മസാലയൊക്കെ ഇട്ടുള്ളൂ, പക്ഷെ അത് ഫ്ലോപ്പായി. അപ്പം എന്തായാലും നിങ്ങളിത് കരിയാതെ പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.